സർ, ധന്യ, പുടിൻ വരികയാണ്. ഡിസംബർ 4-ാം തീയതി എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു മോദിയെ വധിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ചെങ്കോട്ട സ്ഫോടനം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചുറ്റി വായിച്ചു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2 ഇത് രണ്ടാമത് വരാൻ പോകുന്നു, അതിനധികം താമസമില്ല എന്ന് നമ്മുടെ കരസേന മേധാവി ഉൾപ്പെടെയുള്ളവർ പറയുകയുമൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് പുടിൻ കൂടി വരുന്നത്. പുടിൻ കൂടി വന്നതിന് ശേഷം ഉണ്ടാകുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ 2 എന്ന് പറയുന്നത് ഉടൻ ഉണ്ടാകുമോ? ഓപ്പറേഷൻ സിന്ദൂർ 2 ഉടൻ ഉണ്ടാകുമോ എന്ന് ഔദ്യോഗികമായിട്ട് പറയാൻ നമുക്ക് പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും അല്ലല്ല, അതിപ്പോ ഞാനത് പറയാൻ പ്രാപ്തനല്ല, എനിക്ക് അല്ല. പിന്നെ നമുക്കിതൊക്കെ അതെ ചോദിക്കുക, അല്ല ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി പറയാം. പക്ഷെ ഏതായാലും സാധ്യത ഉണ്ടോ ചോദിച്ചാലും എന്തുവരെ അടി നമ്മൾ കൊടുക്കും. അതിന് സമയം ഏതാണ്ട് തീരുമാനിക്കുന്ന കാര്യത്തിനകത്തും അല്ലെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാവുമായിരിക്കും. അടിയുണ്ട്, അത് ചോദിച്ചാൽ മതി. പാകിസ്ഥാൻ നല്ലപോലെ അറിയാം, അവർക്ക് നമുക്കറിയാം. അവർക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയാം. അപ്പൊ അവരത് തീരുമാനിച്ച്, അല്ലെങ്കിൽ ചില പിള്ളേരുണ്ടല്ലോ കൈ നീട്ടി ടീച്ചറിന്റെ മുമ്പിൽ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം ഇതിനകത്ത് തമാശ രൂപേണ നമ്മൾ പറഞ്ഞെങ്കിലും പുടിൻ എന്ന് പറയുന്ന ഭരണാധികാരി അങ്ങനെ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുന്ന ഒരാളല്ല. വളരെ റെയറായിട്ട്, നേരത്തെ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട്, അല്ല റെയറായിട്ട് മാത്രം ലോകത്ത് അല്ലെങ്കിൽ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പം ഇന്ത്യയിൽ അദ്ദേഹം വരാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉള്ള തീരുമാനത്തിനപ്പുറം ഇപ്പോൾ വരുന്ന സമയത്ത് വേറെ ചില കാര്യങ്ങൾ കൂടി അല്ലെങ്കിൽ വേറെ ചില പ്രശ്നങ്ങൾ കൂടി ഇന്ത്യ ഉടലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ 1-2 ബംഗ്ലാദേശിൽ 1-2 സൈനികം അല്ലെങ്കിൽ അമേരിക്കൻ പട്ടാളക്കാരൻ മരിച്ചു. അതിനുശേഷം ഈ മീറ്റിനകത്ത് ചൈനയിൽ വെച്ച് മീറ്റിനകത്ത് ഷീ ജിൻപിങ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇദ്ദേഹത്തിന്റെ കാറിനകത്ത്, അതായത് ചാരക്കണ്ണുകൾ ഒന്നും എത്തിച്ചേരാത്ത, അമേരിക്കയുടെ ആയാലും ചൈനയുടെ ആയാലും ചാരക്കണ്ണുകളൊന്നും എത്തിച്ചേരാത്ത കാറിനകത്ത് 40 മിനിറ്റോളം സംസാരിച്ചു. അതിപ്പോൾ അവിടെ വെച്ച് ഈ ഇവിടുത്തെ ചില യൂട്യൂബർമാർ പറയുന്നത് പോലെ മോദിയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറ്റിയിരുത്തിയൊന്നുമല്ല. മോദിയുമായിട്ട് അത്രയും രഹസ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ആരും ഒപ്പിയെടുക്കാത്ത ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയായിരിക്കും. അതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രജിത പറഞ്ഞതുപോലെ അതിനകത്ത് മോദിയെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോദിയെ വധിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടേക്കാം. അത് അവരുടെ രഹസ്യാന്വേഷണ സംവിധാനത്തൊക്കെ കണ്ടെടുത്തിട്ട് നമുക്ക് വേണ്ട വിധത്തിൽ തരുന്നുണ്ട്. കാരണം ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുള്ളത് നമുക്ക് തന്നതാണല്ലോ. അപ്പം അതുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടാവും. അപ്പം അതിനകത്ത് നമ്മളത്ര കുറച്ച് നമ്മുടെ രാജ്യത്തെ കാണണ്ട. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് നമുക്ക് റഷ്യ വാണിംഗ് തന്നിരുന്നു, ഹമാസ് തീവ്രവാദികൾ പാകിസ്ഥാനിലെത്തി ചില പരിശീലനങ്ങൾ നടത്തിയെന്നുള്ളത് നമുക്കൊരു ഇത് തന്നിരുന്നു. അന്ന് നമ്മളത് ഗൗരവപൂർവ്വം എടുത്തില്ലായിരുന്നു. കാരണം ഗൗരവത്തിൽ എടുത്തിട്ടൊക്കെ ഉണ്ട്. എന്നാലും ചിലൊക്കെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി കഴിയുമ്പോഴത്തേന് അവര് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ ഒരുപക്ഷെ അവരും ചില തയ്യാറെടുപ്പുകളുടെ ഒരു 90% ആയി കാണും. നമുക്കത് ആ നീക്കത്തിൽ കൂടി അത് പരാജയപ്പെടുത്താൻ പറ്റുന്ന അത് തന്നെയാണല്ലോ. ഇപ്പം നമ്മളിപ്പം ഡൽഹി സ്ഫോടനം നമുക്ക് മനസ്സിലായി. ഡൽഹി സ്ഫോടനം നമ്മൾ പിടിച്ചോണ്ട് വരികയായിരുന്നു. പിടിച്ചോണ്ട് വന്നപ്പോൾ ഒരുത്തനോ എല്ലാവരെയും പിടിച്ചു അടുത്ത എന്നിലേക്ക് വരിക, അവനെ കൊണ്ടൊക്കുന്ന പോലെ സ്ഫോട വസ്തു എടുത്തിട്ട് ആ ഉദ്യമത്തിലേക്ക് പോകാന്നല്ല, കാരണം ഹുറി എടുത്ത് പോകാനല്ലയോ. അപ്പൊ അത് എങ്ങനെയും പൊട്ടിത്തെറിക്കുക എന്നുള്ളതാ. അപ്പൊ അത് നമുക്ക് അങ്ങനെ വന്നതല്ലേ. അതിനുശേഷമാണ് ഇത് വിശാലമായിട്ട് അന്വേഷിച്ചത്. അപ്പം തടയാൻ പറ്റുന്നതിന് എന്ന് പറഞ്ഞാൽ ഒരു ബോംബും അരയെ കെട്ടിക്കൊണ്ടൊരുത്ത് നിൽക്കുക അല്ലെ. ഇവൻ ഈ ബോംബും കൊണ്ട് പോകുന്നതിന്റെ പുറകെ നമ്മുടെ സൈന്യവും സംവിധാനവും ഉണ്ട്. ഇത് അവൻ ഏത് സമയം പൊട്ടിത്തെറിക്കും. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് അവനെ പിടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പിടിക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടല്ലേ പോലീസ് സ്റ്റേഷനിൽ ഈ ട്യൂബിന്റെ ചൂടിന്റെ പൊട്ടിത്തെറിക്കുന്ന സ്ഫോടക വസ്തുവാ. അപ്പൊ എത്ര മാരകമാണെന്നാലോചിച്ചു. അപ്പൊ ഒത്തിരിയും പ്രശ്നങ്ങളുണ്ട് നമ്മളീ പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം ഇവിടെ വരുന്നു. ഇപ്പൊ ഇന്നിപ്പം ഏതാണ്ട് 10,000 കോടി രൂപയുടെ പ്രതിരോധ കരാർ ഒപ്പിടുന്നു. വലിയ പ്രതിരോധ സംവിധാനത്തിനകത്ത് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ യുദ്ധക്കോപ്പുകൾ നിർമ്മിക്കുന്നതിനകത്തും പ്രതിരോധ മേഖലയിൽ ഇപ്പം എല്ലാവരും പറയുന്നത് പോലെ ഇപ്പം കുറേ നമ്മുടെ മാധ്യമങ്ങളും മറ്റൊരു എല്ലാം ചർച്ച ചെയ്യുന്ന ഏതാണെന്നറിയാം, ക്രൂഡ് ഓയിൽ കച്ചവടം മാത്രമേ ഉള്ളൂ റഷ്യ ഇന്ത്യയുമായിട്ട്. ക്രൂഡ് ഓയിൽ കച്ചവടം അല്ല. റഷ്യ ഇന്ത്യയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കരാർ എന്ന് പറഞ്ഞാൽ പ്രതിരോധ കരാർ തന്നെ. നമ്മൾ അന്നും ഇന്നും 60-65% സാധനം ആയുധങ്ങൾ മേടിക്കുന്ന അവിടെ നിന്ന്. ഇപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ സോഴ്സ് കോഡ് എന്നും നമുക്ക് അന്ന് അമേരിക്കയുടെ നമ്മൾ മേടിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റേ സോഴ്സ് കോഡ് തന്നിട്ടുള്ള രാജ്യം അവരാ അപ്പോഴും. ഇപ്പം എല്ലാത്തിനകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ടെക്നീഷ്യൻസിന്റെ കാര്യത്തിലും സോഴ്സ് കോഡിന്റെ കാര്യത്തിലും അത് തന്നിട്ടുള്ള പണിയാണെങ്കിൽ ഇവിടെ നടക്കത്തുള്ളൂ. നമ്മൾ അതേ രീതി പറയാൻ നമുക്കായി. നമ്മൾ മേടിച്ചാൽ ലോകം മൊത്തം കച്ചവടം നടക്കും. അപ്പോൾ അമേരിക്ക എടുത്താലും ഇയാൾ അങ്ങനെ ഉണ്ട് മറ്റേ ടെക്നീഷ്യന്റെ കാര്യത്തിൽ അതിന് തീരുമാനം ഉണ്ടാക്കും. അല്ലെങ്കിൽ ആയുധം മേടിക്കുമ്പോൾ നമ്മൾ പറയുന്ന തീരുമാനത്തിനനുസരിച്ച് നിന്ന് തന്നാൽ മാത്രമേ ആയുധം മേടിക്കത്തുള്ളൂ.
മാത്രമല്ല ലോകത്തുള്ള പ്രധാനപ്പെട്ട ഇപ്പം ഫ്രാൻസ് ഒരു പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണം അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾക്ക് വലിയ വിലയുണ്ട്. പിന്നെ റഷ്യയുടെ ഉണ്ട്, പിന്നെ ഇസ്രായേലിൻ്റെ ഉണ്ട്. ഇവരെല്ലാം നമ്മുടെ കൂടെ ആയുധം നിർമ്മിക്കാൻ നിൽക്കുമോ? പിന്നെ അവരെല്ലാം ഇവിടെ കൊണ്ടുവച്ച് നിർമ്മിക്കാൻ നിൽക്കുമോ? അത് മേക്കിംഗ് ഇന്ത്യ മാറി. രാഹുൽ ഗാന്ധി അറിയണം ഇപ്പം മെയ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. മേക്കിംഗ് ഇന്ത്യയുടെ കാലം കഴിഞ്ഞു. അത് ബാലിശമായ സമയത്തായിരുന്നു. ആ സമയത്ത് ആ രീതിയിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം മെയ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ മാത്രമേ ഓരോ കാര്യങ്ങളും ആലോചിച്ചാൽ മതിയെന്നു. അപ്പം ഇദ്ദേഹം വരുമ്പം സിന്ദൂർ ടു നമ്മൾ വേണ്ട രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. നമുക്കിപ്പോൾ അതിനകത്ത് ആൾക്കാർ കൂടി കേട്ടോ. നമുക്ക് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ മാത്രമല്ല, അഫ്ഗാനിസ്ഥാനുണ്ട്, ഉറുക്കി എർദോഗൻ്റെ പുള്ളിക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുക്കണ്ടേ? നമ്മുടെ സാധനം ആവശ്യം പോലുണ്ട്, സമയം പെട്ടെന്ന് തീർക്കണം. അപ്പോൾ അതിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ഏത് രീതിയിലേക്കുള്ള അടിയാണെന്നുള്ള കാര്യം അറിയത്തില്ല. തുർക്കി ആകപ്പാടെ അങ്കലാപ്പിലിരിക്കുകയാണ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു, നേരത്തെ അദ്ദേഹം വരാൻ തീരുമാനിച്ച താരിഫിൻ്റെ വിഷയത്തിലാണ്. ആ സമയത്താണ് താരിഫിൻ്റെ വിഷയം ലോകത്ത് മൊത്തം കയറ്റി ട്രംപ് അടിച്ചു. ഇന്ത്യ കയറി അടിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യ നിലപാടെടുത്തു. ആ നിലപാട് അയാൾക്ക് പണിയായി, ഇപ്പം തീർത്തും പണിയായി. ആ സമയത്ത് ആണ് ഇദ്ദേഹം വരുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. കാരണം ഈ ക്രൂഡ് ഓയിൽ മേടിക്കുന്നതിനും മറ്റ് കാര്യങ്ങൾക്കും. അപ്പോൾ RICയുടെ അന്നറിയാമല്ലോ, ആ രീതി വന്നു. താരിഫിൻ്റെ വിഷയത്തിൽ ട്രംപ് തീർത്തും പരാജയപ്പെട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ മിണ്ടുന്നേ ഇല്ലല്ലോ. അതിനുശേഷം ബ്രിക്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ്, അപ്പം ഇന്ത്യ നിന്ന് കൊടുത്തപ്പോഴത്തേനും ആ ഡെവലപ്മെൻറ്റ്സ്. അപ്പം ഇത് വരുന്നതോടുകൂടി ഇന്ത്യയിൽ വന്നിരുന്ന് പ്രതിരോധ സംവിധാനത്തിനകത്ത് മറ്റു പല കയറ്റുമതി ഇറക്കുമതി അത് എല്ലാ മേഖലയിലും വർദ്ധിപ്പിക്കുന്നതിനും അതിനുശേഷം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന, അതായത് ഇന്ത്യ വന്നപ്പോൾ, ഇന്ത്യ കയറി സ്ട്രോങ് ആയിട്ട് നിന്നപ്പോൾ, ഇന്ത്യ ഇടപെട്ടപ്പോൾ, RICയുടെ കാര്യത്തിലായാലും ബ്രിക്സിൻ്റെ കാര്യത്തിലായാലും ലോകത്തിനകത്ത് അല്ല ലോകക്രമത്തിനകത്ത് അമേരിക്കയ്ക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു ടെക്നോളജി. അമേരിക്കയുടെ കയ്യിൽ നിന്ന് G7 രാജ്യങ്ങൾ പോയി. അമേരിക്കയുടെ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞാൽ അങ്ങ് വിട്ടുപോയെന്നല്ല, എന്നാലും അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാകും യൂറോപ്യൻ രാജ്യങ്ങൾ പോയി. അപ്പോൾ ഇത് വല്ലാത്തൊരു ഇന്ത്യ ഇടപെടുമ്പോഴാണ് സാധിക്കുന്നത്. അപ്പോൾ അതിന് വലിയൊരു വലിപ്പത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും ഒരു പുത്തൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു ലോകക്രമം അതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഒക്കെ ആകും. അത് ലോകം ഉറ്റുനോക്കുന്ന ഒരു വരവ് തന്നെയാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ അതിനുശേഷമാണല്ലോ ഈ തിരിച്ച് അല്ലെങ്കിൽ ഈ ഡൽഹി സ്ഫോടനം, അതിന് തിരിച്ചടി ഉണ്ടാവും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വരവും ആ തിരിച്ചടിയുടെ ആക്കം ഒരുപക്ഷെ വലിയ വലിപ്പത്തിൽ കൂട്ടും. നമ്മളീ പറയുന്ന പോലെ അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ലോകത്ത് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമാണ്. നമ്മളൊരു ക്രിസ്മസ് സമ്മാനവും കേക്കും ഒക്കെ ആയിട്ട് പാകിസ്ഥാന് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒക്കെ ആയിരുന്നു. ഇദ്ദേഹം വന്നു കഴിയുമ്പോഴത്തേനുള്ള തീരുമാനം ഏതാണ്ട് തീരുമാനമായി ഒരു കൂടി. ഇതിലെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് ഒരു സന്ദർശനം നടത്തുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അത് മാറ്റിവെച്ചു. അത് എല്ലാരും പറയുന്നത് സ്ഫോടനം, ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ചയുടെ അതൊന്നും അല്ല കാര്യം, അറിയിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യമൊന്നും അല്ല, അതുകൊണ്ടല്ല അദ്ദേഹം വരാത്തത് എന്നുള്ളത്. എന്നിട്ടും ലോക രാജ്യങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ് വ്ളാഡിമിർ പുടിൻ. ഈ സാറ് പറഞ്ഞതുപോലെ കർക്കശനായ, മറ്റാരോടും അധികം സംസാരിക്കാത്ത, നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു പ്രസിഡന്റാണ് വ്ളാഡിമിർ പുടിൻ. അദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യ ഇപ്പോ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അത് വലിയ കാര്യമല്ല. പക്ഷെ എങ്കിലും ആ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് രാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. കാരണം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു, പക്ഷെ ഇന്ത്യയിൽ പോകാൻ വ്ളാഡിമിർ പുടിനെ പോലെ ഒരു പ്രസിഡന്റിന് പോലും ഭയമില്ല. അപ്പൊ ഇന്ത്യ അത്രയും സുരക്ഷിതമാണ് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് അദ്ദേഹം അതിലൂടെ നൽകുന്നത്. അതിന്റെ പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി വരും, പല പ്രധാനമന്ത്രിമാരും ഇതുപോലെ വരും, കിട്ടേണ്ടവർ നല്ല ഊക്കനെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഇനി തുർക്കിയെ കടൽ വഴി നമ്മളാക്കാം. ബാക്കി എല്ലാത്തിനും കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അർമേനിയക്ക്, ഗ്രീസിനും സപ്രസിനും ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും നിങ്ങൾ അടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ നമ്മൾ തന്നെ കൊടുക്കും. അതിലാണ് നമ്മളെ ഒരു അപ്പോഴേ നമുക്കൊരു സമാധാനമുള്ളൂ. ഇതിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ചില മാധ്യമങ്ങളും നമ്മളുടെ ഈ ഇതിനകത്തിരുന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതും ചിലതായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരാണ് പറയുന്നത് നെതന്യാഹു വരാത്ത ഇവിടുത്തെ പ്രശ്നം കൊണ്ട് പ്രതിരോധ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷാ ഭീഷണിയുണ്ട്, അതുകൊണ്ടല്ല, സുരക്ഷാ വീഴ്ച ഉള്ളത് കൊണ്ടാണെന്ന് പറയുന്നില്ല. അപ്പം അതുകൊണ്ടൊന്നുമല്ല, അവിടേക്ക് ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അവിടെ രാജ്യത്തിനകത്ത്. എന്ന് വെച്ചാൽ അവിടെ ഈ യുദ്ധം നടക്കുകയും രാജ്യത്തിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നീട്ടിയിട്ട് മാത്രമല്ല, നെതന്യാഹു എന്നിവിടെ വരുന്ന ആളൊന്നും അല്ലായിരുന്നില്ല. വന്നത് മൊത്തം 2 വട്ടം മോദി വന്നതിന് ശേഷമില്ല. മോദി അവിടെ പോകുന്നതിന് ശേഷം ഇവിടെ വന്നു. എന്നാൽ ഇത്രയും കാലത്തിനകത്ത് എത്ര പ്രാവശ്യം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ് ഇതിനെക്കാട്ടി വലിയ ആളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. അവരൊന്നും അങ്ങനെ എല്ലായിടും പോകത്തില്ല, അവർക്ക് അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പറയരുത്. കാരണം ഇതൊക്കെ പറയുമ്പോൾ ഒരു മനസ്സുഖം കിട്ടുന്ന കുറച്ച് പേരുണ്ട്. അവർക്കത് കിട്ടിക്കോട്ടെ, നമ്മളായിട്ട് അത് ഇല്ലാണ്ടാക്കരുത്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ 2 പ്രധാനമന്ത്രിമാരും വരുന്ന 2 പ്രധാനമന്ത്രിമാർക്കും ഒരേ സാമ്യമുണ്ട്. എന്താ പറയുക, 2 പേരും സ്പൈകളായിരുന്നു. ഒരാൾ മൊസാദിന്റെയും ഒരാള് മറ്റേ
അതിന്റെയും സ്പൈ ആയിരുന്നു. ആ രണ്ടുപേരാണ് പ്രധാനമന്ത്രിമാരായത്. ആ പേരുമായിട്ടുള്ള സൗഹൃദമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത്. അപ്പോ എല്ലാം നല്ല കലക്കൻ പൊളിയായിരിക്കും. ഇപ്പം ഇദ്ദേഹം വന്നു കഴിയുമ്പോഴത്തേന് അതിന്റെ കൂടിയാലോചന ഏത് വിഷയത്തിനകത്തും നമ്മളുടെ ഈ പറയുന്നത് പോലെ യുദ്ധത്തിനകത്തും കാർഗിൽ യുദ്ധസമയത്തും അല്ലെങ്കിൽ അതിന് ശേഷമുള്ള സർജിക്കൽ സ്ട്രൈക്കിനകത്തൊക്കെ നമ്മൾ അവരുടെ ടെക്നോളജി നമുക്ക് വേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ റഷ്യയും ഇസ്രായേലും ഒക്കെ തന്നിട്ടുള്ളത്. അതിപ്പോൾ ഇപ്പം സിന്ദൂർ ഓപ്പറേഷൻ വന്നതിന് മുമ്പ് അറിയത്തില്ലേ നിങ്ങൾക്ക്? അവിടെ മൊസാദിന്റെ ആൾക്കാർ കാശ്മീരിൽ വന്നവർക്ക് ഇപ്പൊ തന്നെ കാശ്മീരില് ഇവിടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ ഇപ്പൊ കാശ്മീരിൽ കണ്ടില്ലേ? കാശ്മീരിൽ നേരത്തെ നടന്ന പോലെ സിന്ദൂർ ഓപ്പറേഷൻ സമയത്ത് നടന്നതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു. കഴിഞ്ഞ ദിവസം അവിടെ ഔദ്യോഗികമായിട്ട് അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ, പ്രതിരോധ സംവിധാനം, മറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇതിനും ഇതേ സാധനം നേരത്തെ നടന്നായിരുന്നു. അപ്പൊ അടി ഉടനെ ഉണ്ട്. ബാക്കി അടി ഉടനെ ഉണ്ട്. പിന്നെ മാത്രമല്ല എല്ലാരും പറഞ്ഞു തുടങ്ങിയല്ലോ. കരസേനാ മേധാവി പറഞ്ഞു, ഡോവല് പറഞ്ഞു, മറ്റേ പറഞ്ഞു. ഇതെല്ലാം നേരത്തെ നമ്മൾ പറയത്തില്ല. ഒരു സാധനത്തിന് ലക്ഷണം വരുന്നുണ്ട്, മഴ വരുന്ന കോള് വരുന്നുണ്ടെന്നൊക്കെ പറയത്തില്ലേ? അതേ രീതി കോള് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും ഈ വരവും ആ അടിയൊക്കെ ഒരുപോലെ അടിക്ക് ഇന്ത്യൻ ജനത കാത്തിരിക്കുന്നുണ്ട്. ആണ് അടി പണ്ടൊക്കെ രസമില്ല. അതിപ്പോ ആൾക്കാർ ആഗ്രഹിക്കുന്ന മാച്ചാ